ഒരു കുഴപ്പവുമില്ല ഗോപൻസ്വാമിയുടെ മകൻ മാധ്യമങ്ങളെ കാണുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, അങ്ങനെ നെയ്യാറ്റിൻകര ഗോപൻ നമ്മുടെ തിരുമേനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ദുരിതവും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ തെറിവൊക്കെ വിളിക്കുന്നുണ്ട്. നീ അത് പറഞ്ഞില്ലേ, നീ മറ്റേത് പറഞ്ഞില്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാളെ മിസ്സിങ് ആയി കഴിഞ്ഞാൽ എന്താ സാധാരണ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ ഇവിടെ വർഗീയത എടുത്ത് വിളമ്പുന്നുണ്ട് കുറേ ആൾക്കാർ. എല്ലാ മുസ്ലിംസിൻ്റെ നെഞ്ചത്തോട്ടും കുറേ എണ്ണം കൊണ്ടിടുന്നതൊക്കെയുണ്ട്. എന്തിനു വേണ്ടി? ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എങ്ങനെ? ഒരു റിപ്പോർട്ടിൻ്റെ ബലത്തിൽ തന്നെ അല്ലേ? ജനിച്ച ഒരു സർട്ടിഫിക്കറ്റ്, മരിച്ച ഒരു സർട്ടിഫിക്കറ്റ്. ഈ തിരുമേനിയെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ടാണല്ലോ കൊണ്ട് പരാതി കൊടുത്തത്. അപ്പോൾ അത് അന്വേഷിക്കേണ്ട പോലീസിൻ്റെ ഉത്തരവാദിത്വം അല്ലേ? അത് കല്ലറ കുത്തി തുറന്ന് ഇന്ന ആളാണെന്ന് അറിയേണ്ടതും ഉത്തരവാദിത്വം ഉള്ളത് തന്നെയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ഇതുണ്ടോ, ദുരൂഹതയുണ്ടോ? ഈ പറയുന്ന മക്കൾ 2ഉം 3ഉം കല്യാണം കഴിച്ച് പിന്നെ ഇച്ചിരി തരകളെ ടീംസാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കുകയോ ഇല്ലയോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വിവരമുള്ളവർക്ക് മനസ്സിലാകാം. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ജാതി ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ നിയമം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അറിയാമല്ലോ നിയമത്തിനെ കുറിച്ച്. ഈ നിയമത്തിൻ്റെ മുമ്പിൽ ഒരു ജാതിയും ഇല്ല. പറഞ്ഞു മനസ്സിലായോ? അവിടെ ഹിന്ദു മുസ്ലിം ഒന്നും നോക്കാറില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതിപ്പം വർഗീയത കുത്തി ഓരോ രീതിയിലും സ്പ്രെഡ് ആക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഇത് ഇറങ്ങി തിരിച്ചിട്ട് സ്വാമി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇതിൻ്റെ പിന്നിൽ മുസ്ലിംസ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം അല്ലാതെ വന്ന് തെറി പറയുന്നൊക്കെയുണ്ട്. നിങ്ങൾക്കൊക്കെ സാമാന്യം ഒരാളെ മിസ്സിങ് ആണെന്നും പറഞ്ഞിട്ടുള്ള കേസാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ അത് അന്വേഷിക്കേണ്ട പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹത്തിനെ കൊന്നയാണോ ഇല്ലയാണോ എന്ന് നമുക്കും അറിയണമെന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെയോ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ മരിച്ചതിന് ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു ഫാമിലി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പം ഇയാളെ ഒരു വാഴ്ത്തി പാടുന്ന ഒരു മനുഷ്യൻ ഒരു വലിയൊരു സംഭവമൊക്കെയാണ് ഇനി ആൾക്കാർ ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, അടുത്ത ജനുവരി 9 ആകുമ്പം ഒരു വലിയ കൊട്ടും കലാശവും ഒക്കെ ആയിട്ട് ഇതൊക്കെ അടിച്ചിട്ടായിരിക്കും ഒരു ഉത്സവം പോലെ. നിങ്ങൾ കണ്ടോ, ഇപ്പം ആരെയൊന്നും അറിയിച്ചിട്ടില്ല. ഇനിയുള്ള തന്ത്രിമാരൊക്കെ വരും, എന്നിട്ട് പൂജ ചെയ്യും. അപ്പം ആ സമയത്ത് മകനും ഈ പറയുന്ന മൂത്ത മകനും അമ്മയൊക്കെ പറയുമല്ലോ തൊടാൻ പാടില്ലെന്ന് വല്ലതും പറയുമോ വേറെ വല്ല തന്ത്രിമാർ വരുമ്പം? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. എല്ലാം വന്നിട്ട് കുറേ കുത്തി കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുകൊണ്ട് പറഞ്ഞത് അങ്ങോട്ട് ഞാൻ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ജാതി മതമൊക്കെ പിടിച്ചിരിക്കുന്നവർക്ക് ഇവിടുത്തെ നിയമത്തിനെ കുറിച്ചും കൂടെ ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കണം. അത് അന്തസ്സെന്ന് പറയണം, അന്തസ്സെന്ന് പറയും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു കുഴപ്പവുമില്ല ഗോപൻസ്വാമിയുടെ മകൻ മാധ്യമങ്ങളെ കാണുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിമിഷത്തെയും വിവാഹ പശ്ചാത്തലത്തിൽ എന്താണ് അവസാനമായി പറയാനുള്ളത്? ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? അത് നമ്മുടെ സാറിൻ്റെ അടുത്ത്, വിഷ്ണുപുരം സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഒരു സമാധി നടന്നിട്ട് അത് തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിച്ച് കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ ആദ്യത്തെ സ്ഥിതിയായിരിക്കും. അല്ല, അത് ഇപ്പോഴേ എല്ലാ സ്ഥലത്തുനിന്നും ഉള്ള മഠാധിപതിമാരെ ക്ഷണിക്കും. കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവർക്ക് വന്ന ഒരു അവഗണന, ഒരു സാധു സമാധിയായാൽ ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിന് സമാധി ഇരുത്തും. അത് ശരിക്കും അവരാ മക്കളോടിയൊക്കെ എല്ലാവരും മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2 പാവപ്പെട്ട ഒരു സമാധി, 2 മക്കൾ അമ്മയും കരഞ്ഞു ഓ നമശിവ എന്ന് പറഞ്ഞിട്ട് ആരും അംഗീകരിച്ചില്ല. അവരെല്ലാവരും സംശയിച്ചു. ആ സംശയമെല്ലാം സംശയിച്ചു പോവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതേ എവിടെയെന്ന് അറിയണ്ടേ? ഓക്കെ, മിസ്സിങ് ആണെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛനെ ഞങ്ങൾ ഇവിടെ ചെയ്തു, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടേ? ഇവിടുത്തെ നിയമത്തിനെ കുറിച്ചൊന്നും അറിയത്തില്ലേ? നിങ്ങൾ എത്രയോ വലിയൊരു മനുഷ്യനാണ്, കണ്ടിട്ടൊരു വലിയ അറിവും ബോധമൊക്കെ എന്താണ്ട് എനിക്ക് തോന്നുന്നു വല്ല ഗുണാണ്ടറമല്ലോ ആയിരിക്കാം എല്ലാവരെയും കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാനുള്ള ബുദ്ധി ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് കണ്ടിട്ട് അന്ധം വിശ്വാസമായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് തെറിയാക്കി ഇടുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ വിവരം കിട്ടവർ. ഞാൻ അത്രേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. സമാധി പീഠത്തിൽ അങ്ങനെ സമാധി കുടികൊള്ളണ സമയത്ത് ഇന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് എതിരായിട്ട് നിന്നവർക്ക് അവർക്കെല്ലാവർക്കും നിയമപരമായി നടപടികൾ എടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യ്. ജനങ്ങളിത് കാണുന്നതല്ലേ? ഈ പോലീസുകാരും ഇതൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുകയല്ലേ? ആരുടെ അടുത്ത് നിങ്ങൾ പോയി കേസ് കൊടുക്കും? നിങ്ങൾ കേസിനൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചുമ്മാ പേരിനെ മാത്രം പറയുന്നതായിട്ടേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നാളെ എനിക്ക് തോന്നുന്നു നാളെ ഇനി അടുത്തൊരു ദൈവം തന്നെ നമ്മുടെ കേരളത്തിലാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയും. ഇനിയിപ്പോൾ ഒരു ദൈവമായിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിനൊരു ദൈവമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് പൂജ കാര്യങ്ങൾ ഇനി വലിയ വലിയ തന്ത്രിമാരൊക്കെ കയറി വരുമായിരിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ സജോ ദേവസിയും
അനുജ, കുടുംബത്തിന്റെ ഭാഗം അവർക്ക് ന്യായീകരിക്കാൻ കഴിയും വിധമുള്ള പ്രാഥമിക പരിശോധന റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. അതിൽ സനന്ദൻ തന്നെ, അതായത് അദ്ദേഹത്തിന്റെ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ സനന്ദൻ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഏതായാലും ഈ മൃതദേഹം നിലവിൽ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. തുടർന്ന് നാളെയായിരിക്കും വീണ്ടും മറ്റ് ചടങ്ങുകൾ, വിശദമായ ചടങ്ങുകൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായി അതൊക്കെ നടത്തി വീണ്ടും സമാധി ഇരുത്തുക എന്ന നിലയ്ക്കാണ് അവർ പറയുന്നൊരു കാര്യം. അതേസമയം ഇപ്പോൾ വീട്ടിലുള്ളത് ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മറ്റൊരു മകനായ രാജസേനനും രാജസേനന്റെ ഭാര്യയും മാത്രമാണുള്ളത്. സ്ഥലത്ത് ഇപ്പോഴും പോലീസ് വിന്യാസമുണ്ട്. ഇവരെ പോലീസുകാർ നിരീക്ഷിക്കുന്നുണ്ട്. വീട്ടിൽ പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്. നേരത്തെ ഈ കല്ലറ ഇരുന്ന ഭാഗത്തും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. അതായത് ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ വ്യക്തമാക്കിയൊരു കാര്യം, ദുരൂഹത, പരാതി, സംശയമുണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തെടുത്ത് പരിശോധന നടത്തുക. അക്കാര്യം ഇളയ മകൻ ഇപ്പൊ വീട്ടിന്റെ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. എന്തോ ആരും പറഞ്ഞ് ഇറങ്ങണ്ട എന്നുള്ള രീതി മകൻ എങ്ങാണ്ട് അകത്ത് കയറി ഇരിപ്പ. എന്തെങ്കിലും ആട്ടെ, എന്തായാലും അദ്ദേഹത്തിന്റെ ചടങ്ങ് നാളെ എന്തായാലും ഉറപ്പാണ്. കേരളം ഇത് നാളെയും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പം മീഡിയക്കാരെയൊക്കെ ആയിരിക്കും എല്ലാവരും കുറ്റം പറയുന്നത്, യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്തും. ഇതിന്റെ ഇടയ്ക്ക് ജാതി മതത്തിനെ കുറിച്ച് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പം മുസ്ലിംസിനെതിരെ സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം, ആ കൂട്ടത്തിൽ ഒരു മുജീബ് എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു കേസ് കൊടുക്കുന്നതിന്റെ അങ്ങോട്ട്. അതാണ് ഈ മൊത്തം വളച്ചൊളിച്ചത്. നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. നാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നാണ് കുടുംബം പറയുന്നത്. സൈഫ് സൈനുലാബ്ദീൻ കൂടി ചേരുന്നുണ്ട്. സൈഫ്, പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മുറിവോ ചതവോ ബോഡിയിൽ എവിടെയുമില്ല എന്ന് കരുതി അസ്വാഭാവികത പൂർണ്ണമായും നീങ്ങി എന്ന് പറയാൻ കഴിയില്ല എന്ന് പോലീസും ഫോറൻസിക് സർജൻസും ഒക്കെ പറയുന്നു. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ കുടുംബം അടക്കമുള്ളവർ ഇപ്പോൾ അവരെ വേട്ടയാടി എന്ന തരത്തിലേക്കൊക്കെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആദ്യഘട്ടത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഇല്ല, പോലീസും ജില്ലാ ഭരണകൂടവും നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ചെയ്തത്. അവരെ വേട്ടയാടുന്ന ഒരു നടപടികളും ചെയ്തിട്ടില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തുടർ നടപടി, ഇവരുടെ സംസ്കാരമൊക്കെ ആ സ്ഥലത്ത് തന്നെ നടത്തുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണോ? സംസ്കാരം അവരുടെ വീടിന്റെ കോമ്പൗണ്ട് നടത്തുന്നതിന് തടസ്സമില്ല. പോലീസ് നടപടി ഏതിലാണ് മുന്നോട്ട് പോവുക? ഇനിയുള്ള പോലീസ് ആദ്യം കേസെടുത്ത് മിസ്സിങ്ങിനാണ്. ഇയാളെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. അപ്പോൾ ആദ്യ അന്വേഷണത്തിൽ ഈ സമാധിയെ ആയിട്ട് വെച്ചിട്ടുണ്ട്, സമാധിയായി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു മക്കളുടെ മൊഴിയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമാധി പൊളിക്കണമെന്നുണ്ടെങ്കിൽ എക്സിമേഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് എക്സിമേഷൻ നടത്തി ബോഡി കണ്ടെത്തി. അപ്പോൾ ബോഡി കണ്ടെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ എന്തെങ്കിലും റിപ്പോർട്ട് പോലീസിന് മുന്നിലുണ്ടോ? ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ? അത് 3 റിസൾട്ട് കിട്ടാനുണ്ട്. ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റൂ. നമ്മുടെ മുന്നിൽ റിപ്പോർട്ടില്ല. പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഈ യാന്ത്രികതകളുടെ അതെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും FSL റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റൂ. അതിനുശേഷമായിരിക്കും പോലീസ് മുന്നോട്ട് പോകുക. അതെ, അതിനുശേഷമായിരിക്കും മറ്റന്വേഷണങ്ങൾ നടക്കും. ബാക്കി അന്വേഷണങ്ങൾ നടക്കും. ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ നിലവിൽ ഒരു തരത്തിലേക്കുള്ള നിഗമനത്തിലും പോലീസ് എത്തിയിട്ടില്ല. നിഗമനത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. അന്വേഷണ പുരോഗതി അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തുക എന്നുള്ളായിരുന്നു. അയാളെ കണ്ടെത്തി. അയാളുടെ മരണം സംഭവിച്ചു. ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ ഒരു മൊഴിയെടുക്കൽ തെളിവെടുപ്പൊക്കെ മൊഴിയെടുക്കലെല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ 2 മക്കളും അമ്മയും പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. വൈരുദ്ധ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അതിൽ ഏറ്റവും പ്രശ്നം നിൽക്കുന്നത് ഈ ഇദ്ദേഹം തനിയെ നടന്നുപോയി എന്നും അല്ലാതെയും ഒക്കെയുള്ള പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതല്ലേ ആ വിഷയത്തിൽ, ആ തരത്തിൽ? അത് അന്വേഷണത്തിൽ കണ്ടെത്തും. അതെ, ഓരോ വട്ടം ഓരോന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നടന്നുപോയി, അങ്ങനെ ചെയ്തു, കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞ് കണ്ണ് കാണുന്നില്ല, അങ്ങനെ. എന്തായാലും ഇനി 3 റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇനിയും കിട്ടാനുണ്ട്. ഇനി 2 കൂടെ കിട്ടാനുണ്ട്. എവിടെയെങ്കിലും ഒരു ഇത് മതി, ഒരു എൻഡ് മതി. ഇതുപോലെ ഇതിൻ്റെ അപ്പുറത്തെ കേസുകൾ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്ന് തന്നെ ഞാനും പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജാതി മതമൊക്കെ കുത്തി വരുന്ന അവന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവിടുത്തെ നിയമം ഒന്ന് ആലോചിച്ച്, ഈ കല്ലറ പൊളിക്കണ്ടെന്ന് പറയുമ്പോൾ മിസ്സിങ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മരിച്ചെന്നും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യണമായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. എന്നിട്ട് നീയൊക്കെ വന്നിട്ട് ഇരുന്ന് കമന്റ് ഇടുക അല്ലെങ്കിൽ കിടന്ന് കുരയ്ക്ക്. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ,
നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു.